ഗുഡ് മോർണിംഗ്. എൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി കാണില്ല, ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. യൂഷ്വലി ഞാനൊരു 7-8 മണിയൊക്കെ ആകുമ്പം ഞാൻ എണീക്കും. ഇന്നിപ്പോൾ 8 മണിയായിട്ടോ. അപ്പോൾ ഷൂട്ട് ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി നേരത്തെ ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കും. അപ്പോൾ എനിക്കൊരു 6-6:30 ആകുമ്പോൾ പോകണമല്ലോ, അപ്പോൾ ഞാൻ അതുകൊണ്ട് നേരത്തെ എണീക്കും. ഇന്നിപ്പോൾ ഷൂട്ടൊന്നുമില്ല, ഞാനിങ്ങനെ വീട്ടിൽ ഓഫായി, നമുക്ക് ഷെഡ്യൂൾ ബ്രേക്കാണ്. അപ്പം വീട്ടിലങ്ങനെ ഇരുന്നപ്പോൾ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ നേരെ പോയി ബ്രഷ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നീമോൻ്റെ അടുത്ത് പോവും. നീമോൻ്റെ കൂടെ കളിക്കും കുറച്ച് നേരം. പിന്നെ നീമോൻ്റെ ലിറ്റർ ബോക്സൊക്കെ ക്ലീൻ ചെയ്യും. അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് എണീക്കാം. ഞാൻ പോയി ബ്രഷ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. കുളിച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് അമ്പലത്തിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ, യെസ്. അങ്ങനെ കുളിച്ചു, സുന്ദരിക്കുട്ടിയായി. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോവാം, ആറ്റുകാൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഇപ്പം തന്നെ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് റെഡി ആയിട്ട് വരാമേ. ഓക്കെ, ചതാ. അങ്ങനെ റെഡിയായി അമ്പലത്തിൽ പോകാനായിട്ട്. ഞാൻ ജസ്റ്റ് ഒരു സാരി കൊടുത്തു, ലൈറ്റായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തു, ചെറിയ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത്രയൊക്കെ മതി നമുക്ക് പോകാനല്ലേ. അപ്പോൾ നമുക്ക് പോവാം. അമ്പലത്തിൽ അവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റൂല, അറിയത്തില്ല. എന്തായാലും പോവാം, ഇറങ്ങാം. തൊഴിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര മഴ. അങ്ങനെ കട്ട പോസ്റ്റായിട്ട് ഇവിടെ ഇരിക്കുവാണ്, ഇറങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ചു ഇവിടെ ഇരിക്കാം, മഴ കഴിഞ്ഞിട്ട് പോവാം. ഞങ്ങൾ അവിടെ വിളക്ക് കൊളുത്തിയിട്ടില്ല, കൊളുത്തണമെന്നുണ്ടായിരുന്നു. കൊളുത്താൻ പറ്റാണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മഴ കുറയുവാണെങ്കിൽ കൊളുത്തിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ ഇരുന്നതാണ്. ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത്രയ്ക്ക് മഴയുണ്ട്. മഴയുടെയാണ് ഈ കേൾക്കുന്ന ബഹളം. അപ്പോൾ തീരെ തിരക്കില്ല, നമുക്ക് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റും. അപ്പോൾ ശിവയിൽ നടക്കുവാണ്. അപ്പോൾ അതൊക്കെയാണ് അപ്ഡേറ്റ്. അതൊക്കെയാണ് കാര്യങ്ങൾ. യെസ്, അപ്പം ഞാൻ പോയി ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരട്ടെ. ഇനി പോയിട്ട് അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഞാൻ എൻ്റെ 7th സ്റ്റാൻഡേർഡ് തൊട്ട് സ്ഥിരമായിട്ട് എല്ലാ മാസവും പോകുന്ന ഒരു ഐസ്ക്രീം പാർലറുണ്ട്, ആർച്ചീസ്. നമ്മുടെ ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ അത് കോവിഡിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും അതവർ പെർമനൻ്റ്ലി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഈറ്റ് അറ്റ് ട്രിവാൻഡ്രത്തിൻ്റെ പേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അത് വീണ്ടും അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ വഞ്ചൂർ ത്രിവേണി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു കസിനും കൂടെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ പ്രാവശ്യവും ഓർഡർ ചെയ്യുന്ന അതേ ഐസ്ക്രീം തന്നെ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അത് തന്നെ ഇത്തവണ ഞങ്ങൾ ഓർഡർ ചെയ്തു. ഇങ്ങനെ ഐസ്ക്രീം വന്നിട്ടുണ്ട്. അതായത് ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമായിരുന്നു. ഞാൻ രണ്ട് ഐറ്റംസാണ് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒന്ന് ചോക്ലേറ്റ് ഫാൻറ്റസി, ഒന്ന് ബ്ലാക്ക് തോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 2 ഐസ്ക്രീംസാണ് എനിക്ക് അവിടെ പോയാൽ എപ്പോഴും ഞാൻ കഴിക്കുന്ന സാധനം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കസിൻ എപ്പോഴും ഒന്ന് തന്നെയാണ് കഴിക്കുന്നത്. അവൾ മാറ്റിയിട്ടേ ഇല്ല, എല്ലാ പ്രാവശ്യവും ഒന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നുകൊണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചോദിച്ചത് ആ ഐസ്ക്രീം ഉണ്ടോ എന്നാണ്. അപ്പോൾ ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പി. ഇനിയിപ്പോൾ എല്ലാ മാസവും ഇവിടെ തന്നെ ആയിരിക്കും.
ഷോപ്പിംഗ് Ako po eh. Ano yan? Teka. Hindi rin. Excuse me. Tara. പിന്നെ ഇത് യെസ്, അങ്ങനെ ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും വാങ്ങാനില്ലായിരുന്നു, ഞാൻ അവൾക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ പോയതായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു പോയി. ഞാൻ വീട്ടിലോട്ട് നടക്കുകയാണ് ഗൈസ്. അയ്യോ, വീടെത്തിയിട്ട് ഇനി ഒന്ന് പുറത്തു പോകണം. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് പാലൊക്കെ മേടിക്കാനായിട്ട് ഒന്ന് കടയിൽ പോകണം. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് നീമോനെ കൊണ്ട് പോവാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ പോട്ടെ. അങ്ങനെ എല്ലാ പരിപാടികളും തീർത്ത് രാത്രി ഒരു 10:30 മണിയായി. അപ്പോഴത്തേക്കും ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്ന് ശരിക്കും ഞാൻ വിചാരിക്കാണ്ട് നടന്ന സംഭവമായിരുന്നു ആർട്ടിസിൽ പോയതൊക്കെ. കസിൻ്റെ കൂടെ പോയത് അതെല്ലാം ഞാൻ അങ്ങനെ പ്രീ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഇരുന്നതല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് കസിൻ ഇങ്ങനെ വിളിച്ചിട്ട് നമുക്ക് പോവാമോ എന്ന് ചോദിച്ച് അങ്ങനെ പിന്നെ പെട്ടെന്ന് ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇന്നങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി, ആർട്ടിസിൽ പോയി, പിന്നെ ഫാൻസി സ്റ്റോറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പാല് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് വന്നിട്ട് ഞാൻ നീമോനെ കൊണ്ടാ പോയത്. അപ്പം അതൊരു റിസ്ക് ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. വെച്ചാൽ നീമോ പേടിച്ചിട്ട് നീമോൻ്റെ ഇവിടെ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ അത്രയും റോഡിലോട്ട് അങ്ങനെ പോയിട്ടില്ല. എപ്പോഴും എൻ്റെ ആ ഒരു ലൈനിൽ മാത്രമേ ഞാൻ അർത്ഥം കൊണ്ടുപോകത്തുള്ളൂ. റോഡിലും അങ്ങനെ കൊണ്ടുപോകത്തില്ല. വണ്ടി വരുമ്പോൾ ഭയങ്കര പേടിയാണ്, എന്നെ അള്ളും. അപ്പോൾ അങ്ങനെ ഞാൻ പേടിച്ച് കൊണ്ടുപോകാറില്ല. പക്ഷെ ഇന്നൊന്ന് കൊണ്ടുപോയി നോക്കിയതാണ്. അപ്പോൾ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മുഖമൊക്കെ പൊത്തി ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ പുള്ളിക്കാരി ഇരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു റിസ്ക് ഫാക്ടർ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ പോയിട്ട് വന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നതൊന്നും എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഇല്ലാത്തതെന്ന് വെച്ചാൽ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന തിരക്ക്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷമായിരുന്നു ഞാൻ പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോയി. അപ്പോൾ ഐസ്ക്രീം കഴിച്ചപ്പോൾ എനിക്കതങ്ങ് വയറങ്ങ് നിറഞ്ഞു, എനിക്ക് ഫുള്ളായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും വേണമെന്ന് തോന്നിയില്ല. അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം
ഒന്നും കഴിക്കുന്നത് ഒന്നും വീഡിയോയിൽ ഇല്ലാതിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ അത്രയൊക്കെ ഉള്ളൂ. നല്ല രസമായിരുന്നു കേട്ടോ ഇന്ന്. കുറേ നാളിന് ശേഷം എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അങ്ങനെ. അപ്പം അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ചാച്ച അങ്ങനെ ചാച്ചാൻ പോവാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അങ്ങനെ ഇതുപോലത്തെ ഇപ്പം ഇനി ഞാൻ എന്ത് വീഡിയോ അടുത്തത് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻസിൽ പറയൂ, ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉറങ്ങാം. അപ്പം ഞാൻ എന്തായാലും കിടക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.